ഇത് ഗൗരവമായൊരു വിഷയം തന്നെയാണ്. അത് വലിയ ആശങ്ക നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വല്ലാത്ത ഒരു നിയമ ഭേദഗതി എന്ന നിലക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗത്തിന് വല്ലാത്ത ആശങ്ക വരുമ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വാഭാവികമായും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതല്ല ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന്, കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ രാജ്യത്തെ ഒരു വിഭാഗത്തിൽ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നു, ഒരു തരം അരക്ഷിതത്വം ഉണ്ടാക്കുന്നു. അത് ഒരു രാജ്യത്തിനും ഗുണകരമായിട്ടുള്ളതല്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഒരു കൂട്ടരെ അകറ്റി നിർത്തുന്ന നിലയല്ല സ്വീകരിക്കുന്നത്. ഇപ്പോൾ കണക്ക് കൃത്യമായി കൊടുത്തില്ല, അല്ലെങ്കിൽ അത് കൊടുക്കാൻ വൈകിപ്പോയി, അതിന് ഈ പറയുന്ന സ്ഥാപനം പിടിച്ചെടുക്കുക എന്ന് നിലവന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിനൊക്കെ സാധാരണ ഒരു നിയമപരമായി സ്വീകരിക്കുന്ന നടപടികളില്ലേ, അതിൽ നിന്ന് വ്യത്യസ്തമായി പോവുകയാണ് ഇവിടെ. ഇത് അങ്ങേയറ്റം അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ചില ക്രൈസ്തവ ഭാഗത്തു നിന്ന് വന്ന വിശദീകരണങ്ങളുണ്ട്. ധാരാളം മിഷണറിമാരുടെ പ്രവർത്തനം നടക്കുന്നു, അതിൻ്റെ ഭാഗമായുള്ള പണം വരുന്നു, അത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, സ്കൂളുകൾക്ക് ഉപയോഗിക്കുന്നു, നമ്മുടെ ആശുപത്രികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതിൽ നല്ല തരത്തിൽ ആളുകളെ സേവിക്കുന്ന നിലയാണ്. നമ്മുടെ നാടിൻ്റെ അനുഭവം അതൊക്കെ തന്നെയാണല്ലോ. ഇപ്പോൾ ചില ആശുപത്രികളെടുത്താൽ മറ്റു ചില ആശുപത്രികളിൽ വലിയ ചാർജ് ഈടാക്കുമ്പോൾ ഇത്തരം ചില ആശുപത്രികൾ ന്യായമായ നിലക്കാണല്ലോ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളതാണല്ലോ. അത്തരത്തിലുള്ള സേവനങ്ങൾ നടത്തുന്നവരെ പ്രത്യേകമായി കാണണ്ടേ? അതോടൊപ്പം തന്നെ മറ്റൊട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലേ? അതൊന്നും സർക്കാർ കൊടുക്കുന്ന കാശിൻ്റെ ഭാഗമായിട്ടല്ലാതെ അവർ ചാരിറ്റി പ്രവർത്തനം നടക്കില്ല. അവർ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത് വലിയ തോതിൽ മറ്റെന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടല്ലാതെ ആ ചാരിറ്റി പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് സംഭാവനയായും മറ്റുമാർക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, മറ്റു തരത്തിൽ ലഭിക്കുന്നുണ്ടാവും. ഈ പറയുന്ന തരത്തിൽ അവരധ്വാനിച്ച് കാശ് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ എടുക്കേണ്ടത്. അതിലെല്ലാം ഒരു പ്രത്യേക വിഘടന കണ്ണ് വെക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് നിന്നെ ഞാൻ ശരിയായി കളയുന്നുള്ള മട്ടിൽ നീങ്ങാൻ പാടില്ലായിരുന്നു. ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അടിയന്തരമായി തിരുത്തേണ്ടതാണ്. ഒരു വിഭാഗത്തിൽ വല്ലാത്ത അരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഒരു നടപടിയും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകാൻ പാടില്ലാത്തതാണ്. കേന്ദ്ര ഗവൺമെൻറ് ഈ നടപടിയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുകയാണ് വേണ്ടത്.